എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? എന്തിനാ എന്റെ വഴിക്ക് ഇങ്ങനെ വരുന്നേ? എന്റെ വഴിക്ക് നീ വരുന്നില്ലല്ലോ, അതുകൊണ്ടാ നിന്റെ വഴിക്ക് ഞാൻ ഇങ്ങനെ വരുന്നേ. പറഞ്ഞത് മനസ്സിലായില്ല. ഞാൻ ആഗ്രഹിക്കുന്നൊന്നും നീ ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് ശ്രമിച്ചല്ലേ പറ്റൂ. ഈ ചെറിയ കുട്ടികൾക്ക് എഴുതാൻ അറിയാത്തപ്പോ വലിയവർ അവരുടെ കൈ പിടിച്ച് എഴുതിപ്പിക്കാറില്ലേ? അതുപോലെ നിന്റെ അഹങ്കാരം കുറെ കൂടുന്നുണ്ട്. ഓഹോ, ഞാൻ ചെയ്താൽ അഹങ്കാരം, അതേ കാര്യം തൃശൂല് ചെയ്ത സ്നേഹമല്ലേ? അവൻ എന്റെ ഭർത്താവാണ്. ശിവാനി, നമ്മുടെ ഇടയിൽ അവൻ വേണ്ട. ത്രിവിക്രം, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ നിനക്ക് ഒരു അധികാരവുമില്ല. വന്നാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഓഹോ, വെല്ലുവിളിയാ അതോ താക്കീതോ? ഇനി ഒരൽപ്പം നിന്റെ ശബ്ദം പൊങ്ങിയ നിന്റെ കാര്യം പിന്നെ എന്താവോന്ന് അറിയാലോ നിനക്ക്. ഇച്ഛാധാരി നാഗറാണി. എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്ന ശിവാനി? എന്താ സത്യം കേട്ടതുകൊണ്ടാണോ? അതോ ആ സത്യം എല്ലാരും അറിയുന്നുള്ള കാരണം കൊണ്ടോ? നീ ഞാൻ പറയുന്നത് പോലെ ചെയ്തില്ല എങ്കിൽ മറച്ചു വെച്ചിരിക്കുന്ന സത്യങ്ങൾ വീട്ടിലെല്ലാരോടും പറയേണ്ടി വരും എനിക്ക്. നീ ഇത്രയും ദിവസം കളിച്ച നാടകങ്ങൾക്കെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടി വരും എനിക്ക്. ത്രിവിക്രം, നീ നിന്റെ അതിരുകളൊക്കെ കടക്കാണ്. അതിര് കടക്കുന്നതല്ല ശിവാനി, നിന്നോടുള്ള സ്നേഹം കൂടുന്നത് കൊണ്ടാ. ത്രിവിക്രം, എന്റെ കൈവിട്. നീ എന്നും എന്റെ കൂടെ ഉണ്ടാവണമെന്നുള്ളതുകൊണ്ടാ കൈ പിടിച്ചിരിക്കുന്നത്. എങ്ങോട്ട് പോകും നീ? എനിക്ക് ജീവനുള്ളിടത്തോളം നിന്റെ കൂടെ ഞാൻ വരില്ല. എന്നെ വിടാൻ വിട് ത്രിവിക്രം. എവിടം വരെ പോകും നീ ശിവാനി? ബ്രോ, അവള് വിഷമിച്ചു പോകുന്നതിന്റെ കാര്യം എന്താ? അതോ ബ്രോ, ശിവാനി നല്ല അടിപൊളിയായിട്ട് കോഫി ഉണ്ടാക്കില്ലേ? എനിക്കൊരു ഗ്ലാസ് കോഫി ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചാ ഒന്നും പറയാതെ അങ്ങ് പോയി കളഞ്ഞു ബ്രോ. ബ്രോ, അവള് അത്ര നല്ല മൂഡിലെല്ലാം തോന്നുന്നു. ഞാൻ പോയിട്ട് അവളോട് എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് വരാം. ശിവാനി, നീ ഇതെന്താ ചെയ്യുന്നത്? ആഹാരം കഴിക്കുന്നതിന്റെ ഇടയിൽ എന്തിനാ വന്നത്? പറയ് ശിവാനി, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. രാവിലെ കോഫി കപ്പ് നിലത്തിട്ടു. നിന്നോട് കോഫി കൊണ്ടുവരാൻ പറഞ്ഞപ്പോ നീ അത് ജോലിക്കാരുടെ കയ്യിൽ കൊടുത്തു വിട്ടില്ലേ? ഇപ്പൊ ദേ വീട്ടിലൊരു ഗസ്റ്റ് വന്നിരിക്കുക. അവർക്ക് ആഹാരം വിളമ്പി കൊടുക്കാതെ നീ അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു കഴിഞ്ഞാ അവർ നിന്നെ പറ്റി എന്താ കരുതാ? എന്ത് പറ്റി ശിവാനി, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തിനാന്ന് ചോദിച്ചാ, ഞാൻ എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ചോദിച്ചാ നിനക്ക് സത്യത്തിൽ അറിയില്ലേ തൃശൂൽ? അറിയായിരുന്നെങ്കിൽ പിന്നെ ഞാൻ ചോദിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഞാൻ ഇങ്ങനെ പെരുമാറുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്ന് വേറെ ആരെങ്കിലും ആണ് പറഞ്ഞിരുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു തൃശൂൽ. എന്നാ നീ എനിക്ക് താലി ചാർത്തിയ എന്റെ ഭർത്താവാണ്. നീ തന്നെ ഇങ്ങനെ പറയുമ്പോ മനസ്സ് എത്ര വിഷമിക്കുന്നുണ്ടെന്ന് അറിയോ? എന്ത് വിഷമത്തിന്റെ കാര്യം? അതിന് മാത്രം എന്താ സംഭവിച്ചത്? നിനക്കൊന്നും അറിയില്ലേ? ഓരോ നിമിഷവും എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നീ കാണുന്നില്ലേ തൃശൂൽ? ചുമ്മാ അതിരി ശിവാനെ, വെറുതെ പറയുന്നതല്ല തൃശൂൽ. എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട്. ശരി, പറയ്. ആരാ നിന്നെ ശല്യപ്പെടുത്തുന്നത്? ഈ വീട്ടിൽ ആരാ നിന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്? ത്രിവിക്രം. ത്രിവിക്രോ? അവൻ തന്നെ. നിനക്കെന്താ തലയ്ക്ക് സുഖമില്ലേ? അവൻ നിന്നെന്ത് ചെയ്തു? അവൻ എന്നോട് മോശമായ രീതിയിലാ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എന്നെ വേറൊരു കണ്ണിൽ അവൻ കണ്ടോണ്ടിരിക്കുന്നത്. അവന്റെ മുന്നിലെങ്ങാൻ പെട്ടുപോയാ പിന്നെ ഒരു നിമിഷം പോലും എനിക്ക് അവിടെ നിൽക്കാൻ സാധിക്കില്ല, അറിയോ? കള്ളം, കള്ളമാണത്. ത്രിവിക്രമനെ നീ തെറ്റിദ്ധരിച്ചിരിക്കുക ശിവാനി. അവൻ അങ്ങനെ ഒരാളല്ല. അല്ല തൃശൂൽ, സത്യമാണ്. ഇല്ല ശിവാനി, 23 വർഷം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നതല്ലേ? അവന്റെ അടുത്ത് നിന്ന് എത്രയോ കാര്യങ്ങൾ ഞാൻ പഠിച്ചിരിക്കുന്നു. അവൻ ഇങ്ങനൊരു മോശം പെരുമാറ്റണമെന്ന് ഞാൻ ഒരു കാരണവശാലും വിശ്വസിക്കില്ല. അല്ല, അവൻ നിന്നെ പ്രണയിച്ചിരുന്ന ആളല്ലേ? കല്യാണം വരെ എത്തിയതുമാണ്. നിന്നോട് ഇങ്ങനെ പെരുമാറാന്ന് വെച്ചാ ഒരു സാധ്യതയില്ല. ഒന്നാമത് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടി നിങ്ങൾ തമ്മിൽ അകറ്റിയവന് അതിന്റെ വിഷമം ഇപ്പോഴും ഉണ്ട്. അതിന്റെ ഒപ്പം നീ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞാലേ അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ശിവാനി. എന്താ മനസ്സിലാക്കാത്തത് തൃശൂൽ? എന്റെ വാക്ക് നിനക്ക് വിശ്വാസമല്ലേ?
നിന്നെ എനിക്ക് വിശ്വാസമില്ലെന്നല്ല ശിവാനി. ത്രിവിക്രമനോടുള്ള വിശ്വാസം അതിനേക്കാൾ കൂടുതലാ. അങ്ങനെ വിശ്വാസം വരത്തക്ക രീതിയിൽ അവൻ അഭിനയിച്ചിട്ടുണ്ട് തൃശൂൽ. എല്ലാവരുടെയും മുന്നില് അവനൊരു മുഖംമൂടി അണിഞ്ഞാണ് നിൽക്കുന്നത്. ആർക്കും അത് മനസ്സിലാവുന്നില്ലെന്ന് മാത്രം. ശിവാനി, നീ ദേഷ്യപ്പെട്ട് എന്നെ വഴക്ക് പറഞ്ഞാലും സാരമില്ല, എന്നെ അടിച്ചാലും സാരമില്ല. എനിക്കിന്നെല്ലാം പറഞ്ഞേ പറ്റൂ. എന്നെ കൊണ്ട് ഇനിയും സഹിക്കാൻ പറ്റില്ല തൃശൂൽ. ത്രിവിക്രം എന്നോട് മോശമായി പെരുമാറുന്നത് കള്ളമാണെന്ന് നീ പറഞ്ഞല്ലോ, അത് സത്യമാണ് തൃശൂൽ. അവൻ ഇപ്പോഴും എന്നോട് പ്രണയമാണത്രേ. ബലം പ്രയോഗിച്ചിട്ടാണെങ്കിലും ശരി എന്നെ നേടിയെടുക്കുന്നാണ് അവൻ പറഞ്ഞത്. അവൻ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കണത്രേ. അതും പറഞ്ഞ് ഓരോ നിമിഷവും ഓരോ ദിവസവും എന്നെ ശല്യപ്പെടുത്തുകയാണ് തൃശൂൽ. അന്ന് പൂജയുടെ കാര്യം സംസാരിച്ചോണ്ടിരുന്നപ്പോ ഞാൻ എന്താ അവിടെ നിന്ന് വന്നേന്ന് ചോദിച്ചില്ലേ നീ? കാരണം ഓരോ കാര്യം പറയുമ്പോഴും അവൻ എന്നെ അർത്ഥം വെച്ചാണ് സംസാരിച്ചോണ്ടിരുന്നത്. ബാക്കിയുള്ളവർക്കത് അവൻ എന്നോടുള്ള സ്നേഹമാണെന്ന് തോന്നിയത്. പക്ഷേ അത് അങ്ങനെയുള്ള സ്നേഹമല്ല തൃശൂൽ. നേരത്തെ അതെ, ഭക്ഷണം കഴിച്ചോണ്ടിരുന്നപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ അർത്ഥം വെച്ചുള്ളതായിരുന്നു. അതൊന്നും എന്നോടുള്ള സ്നേഹമല്ല തൃശൂൽ. അന്ന് പൂജ നടന്നപ്പോഴും അവൻ എന്നെ മോശം ദൃഷ്ടിയിലാണ് കണ്ടത്. എന്റെ ശരീരത്തെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചു. കോഫി കൊടുത്തപ്പോ എന്തിനു താഴെ കളഞ്ഞെന്ന് നീ ചോദിച്ചില്ലേ? കോഫി ഞാൻ അവന് കൊടുത്തപ്പോ അവനെന്റെ കൈ കയറി പിടിച്ചു തൃശൂൽ. ഇതിനെല്ലാം അപ്പുറം അങ്കിൾ അവനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നോക്കിയത് എന്തിനാണെന്ന് അറിയോ തൃശൂൽ നിനക്ക്? അല്ല തൃശൂൽ, അത് നിങ്ങളെല്ലാം വിശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊരു കാരണം മാത്രമാണ്. ശരിക്കുള്ള കാരണം എന്താണെന്നറിയോ? അന്ന് ത്രിവിക്രം എന്നെ ബലമായി കടന്നു പിടിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത് അങ്കിളിന്റെ കണ്ണുകൊണ്ട് കണ്ടു. അങ്കിൾ അവിടെ എത്താൻ ഒരു നിമിഷം താമസിച്ചിരുന്നെങ്കിൽ ത്രിവിക്രം അന്നെ ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാൻ എത്ര വേദന അനുഭവിക്കുന്നുണ്ടെന്നറിയോ തൃശൂൽ? ആരോടും പറയാൻ പറ്റാതെ ഞാൻ ഒറ്റയ്ക്ക് വേദന അനുഭവിക്കുകയായിരുന്നു. ഞാനും ഒരു പെണ്ണല്ലേ തൃശൂൽ. ഇനി എനിക്ക് പറ്റില്ല. ഇത്രയൊക്കെ കേട്ടിട്ട് എന്താ മിണ്ടാത്ത നീ? എന്നോട് മിണ്ട്, പറ. ഞാൻ കാണിക്കുന്നതും പറയുന്നതും ഒക്കെ തെറ്റാണോ തൃശൂൽ? ത്രിവിക്രം, അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ. എല്ലാരും എസ്റ്റേറ്റിലേക്ക് പോയിരിക്കാന്നാ തോന്നുന്നത്. ശിക്കാരി ശംഭു എന്തിനാ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നേ? ഇവനെ ഇന്ന് കയ്യോടെ തന്നെ പിടിച്ചേ പറ്റൂ. അയ്യോ, രക്ഷപ്പെട്ടു കളഞ്ഞല്ലോ. ഇനിയിപ്പോ എന്തു ചെയ്യും? എവിടെ പോയി തിരയാനാ? എന്താ, എന്നെ ഫോളോ ചെയ്യുമായിരുന്നോ? അയ്യോ, അങ്ങനൊന്നുമില്ല, പ്രോമിസ്. ഞാൻ വിചാരിച്ചത് നീ ഒരു നല്ല പയ്യനാണെന്നാ. എന്നാ നീയും എല്ലാരെ പോലെ പെമ്പിളാരുടെ പുറകിലാണല്ലേ? ചീ, ഇല്ല, ഞാൻ അങ്ങനെ ഒരാളല്ല. ഞാൻ നല്ലവനാ. എനിക്കങ്ങനെ തോന്നുന്നില്ല. നീ ഒരു കാര്യം ചെയ്യും, നെറ്റിൽ ഇങ്ങനെ ഞാനൊരു നല്ല കുട്ടിയാണെന്ന് എഴുതി വെച്ചോ. അപ്പോ കാണുന്നവർക്ക് മനസ്സിലായിക്കോളും. ആ, അത് കൊള്ളാം. വേണ്ട, വിട്ടേക്ക്, അത് കൊള്ളില്ല.
നിനക്ക് ഗേൾ ഫ്രണ്ട്സ് ആരും ഇല്ലേ? ഇല്ല. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നിനക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു. നിനക്ക് എന്താ ഗേൾ ഫ്രണ്ട് ഇല്ലാത്ത? അത് ഓ, നമ്മളെയൊക്കെ ആര് ഫ്രണ്ടാക്കാനാ? അങ്ങനെയാണോ? ശരി വീട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഇങ്ങനെ പെരുമാറിയ പെമ്പിള്ളേരൊന്നും വീഴില്ല, ഓടിപ്പോതേ ഉള്ളൂ. പിന്നെ എന്ത് ചെയ്താ വീഴും? ആൺകുട്ടികൾ എപ്പോഴും ഡെയറിംഗ് ആൻഡ് ഡാഷിംഗ് ആയിരിക്കണം. പടപടാന്ന് സംസാരിച്ചോണ്ടിരിക്കണം. അങ്ങനെ വീഴുവോ? ആ, ഉറപ്പായിട്ടും വീഴുമല്ലോ. ഇതൊക്കെ എവിടുന്ന് പഠിക്കാൻ പറ്റും? സ്കൂളിന്ന്. ഏത് സ്കൂള്? അതെവിടെയാ? അടുത്ത ടൗണിലാ. അടുത്ത ടൗണോ? ടൗണിന്റെ പേര്? വേണ്ട വേണ്ട, അടുത്ത് തന്നെയാണല്ലോ. എന്തായാലും ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. അല്ല അല്ല അല്ലല്ല, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. അയ്യോ, ഇവനെന്താ ഇങ്ങനെ? എല്ലാം സീരിയസ് ആയിട്ടാണല്ലോ എടുക്കുന്നത്. ശരിക്കും ഇവൻ ഇത്ര ഇന്നസെന്റ് ആണോ? ത്രിവിക്രം, ഹേ തൃശൂൽ, എന്തിനാടാ നീ ഇങ്ങനെ ഒച്ച വെക്കുന്നേ? എന്താ പറ്റിയത് നിനക്ക്? ഓ, രണ്ടാളും ഒരുമിച്ചുണ്ടല്ലോ. എസ്റ്റേറ്റ് കാണാൻ വേണ്ടി വന്നതാ? തൃശൂൽ, ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്റെ കോളറിൽ കയറി പിടിക്കുന്നേ? നീ എന്തിനാ ശിവാനിയെ ശല്യപ്പെടുത്തുന്നേ? എന്തിനാ അവളെ ഉപദ്രവിക്കുന്നേ? എന്തിനാ അവളെ മോശമായ രീതിയിൽ നോക്കുന്നത്? ഞാൻ ശിവാനിയെ ശല്യം ചെയ്തെന്നോ? നീ എന്താ തമാശ പറയണോ ബ്രോ? ഏയ് തൃശൂൽ, ഞാൻ എന്തിനാ ശിവാനിയെ ബുദ്ധിമുട്ടിക്കുന്നേ, ശല്യം ചെയ്യുന്നേ? അവള് നിന്റെ ഭാര്യയല്ലേ ബ്രോ? ഞാൻ അവളെ അങ്ങനെ നോക്കുമെന്ന് തോന്നുന്നുണ്ടോ? നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നേ? ഏയ്, നീ അവളെ ശല്യപ്പെടുത്താതെ അവളോട് മോശമായ രീതിയിൽ പെരുമാറാതെ അവൾ അങ്ങനെ പറയേണ്ട കാര്യം എന്താ? എന്ത്? ശിവാനി അങ്ങനെ പറഞ്ഞെന്നോ? അതിന് ചാൻസ് ഇല്ല ബ്രോ. ശിവാനി, നീ അങ്ങനെ പറഞ്ഞായിരുന്നോ? ഞാൻ നിന്നെ ശല്യപ്പെടുത്തിയെന്ന് പറഞ്ഞോ? ശിവാനി, നീ തുറന്നു പറ. അവിടെ വെച്ച് എന്നോട് പറഞ്ഞത് പറയാൻ പറയൂ ശിവാനി. നീ ഒന്നും മിണ്ടാത്തത് എന്താ? ശിവാനി, നീ എന്തിനാ പേടിക്കുന്നത്? വീട്ടിൽ വെച്ച് പറഞ്ഞത് ഇവിടെ വെച്ച് പറഞ്ഞാലെന്താ? കം ഓൺ ബ്രോ, ശിവാനി വല്ല തമാശയും പറഞ്ഞതായിരിക്കും. നീ അത് സീരിയസ് ആക്കി എടുത്ത് എന്റെ കൊങ്ങയ്ക്ക് പിടിക്കാൻ കയറി വന്നല്ലോടാ. ശിവാനി, എന്താ നീ ഒന്നും മിണ്ടാത്തത്? നിനക്ക് എന്തു പറ്റി? അവിടെ പറഞ്ഞത് ഇവിടെ വന്ന് പറയാൻ എന്തിനാ മടി കാണിക്കുന്നേ? എന്താ പേടിയുണ്ടോ നിനക്ക്? ബ്രോ, അവൾ എന്തിനാടാ പേടിക്കുന്നേ? പറയാൻ വല്ലതും ഉണ്ടെങ്കിലല്ലേ. എന്തായാലും നിങ്ങൾ എസ്റ്റേറ്റിലേക്ക് വന്നതല്ലേ, ഫാം ഹൗസിൽ കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. നിൽക്ക്. ത്രിവിക്രം, ഇന്ന് രണ്ടിലൊരു തീരുമാനം അറിഞ്ഞേ പറ്റൂ. കള്ളം പറയുന്നത് ശിവാനിയാണോ അതോ നീയാണോ എന്നുള്ള സത്യം എനിക്ക് അറിയണം. നിനക്കിപ്പോഴും വിശ്വാസം വന്നിട്ടില്ല അല്ലേ? ക്ലാരിറ്റി അല്ലേ വേണ്ടത്? തരാം. ശിവാനി, നീ പറഞ്ഞത് കള്ളമാണെന്ന് പറയേ. പറയ് ശിവാനി, നീ എന്നോട് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നോ? പറയ് ശിവാനി, പറയ്. അല്ല, ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം സത്യമാണ്. ഇവൻ എന്നെ ഉപദ്രവിച്ചു എന്നുള്ളത് സത്യമാണ്. എന്നെ മോശം കണ്ണോടെ കണ്ടതും സത്യമാണ്. അതുകൊണ്ടാ അങ്കിൾ ഇവനെ വീട്ടിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചോണ്ടിരുന്നത്. ഇനി പറയ ത്രിവിക്രം, സംസാരിക്ക്. അച്ഛന്റെ തീരുമാനത്തെ പറ്റി ഡിസ്കസ് ചെയ്യേണ്ടെന്ന് കരുതിയതുകൊണ്ടാ നിന്നോട് ഒന്നും ഇതുവരെ ചോദിക്കാതിരുന്നേ. പക്ഷെ ഇപ്പൊ ശിവാനി പറഞ്ഞപ്പോ എല്ലാം മനസ്സിലായി. പറയ്, എനിക്കൊരു ഉത്തരം കിട്ടണം. നീ ഇങ്ങനെ പെരുമാറിയത് എന്തിനാ? കമോൺ ബ്രോ, അവള് പറഞ്ഞത് അങ്ങനെ തന്നെ വിശ്വസിക്കുക. എന്താ, നിനക്ക് എന്നെ വിശ്വാസമില്ല അല്ലേ? അവള് പറയാനായിട്ട് നീ വിശ്വസിക്കാനായിട്ട് തമാശയൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുവാണല്ലോ. ഇങ്ങനെ ചിരിക്കല്ലേ ത്രിവിക്രം. ശിവാനി എങ്ങനെയാണെന്ന് എനിക്ക് ശരിക്കും അറിയാം. അവൾ കരയുന്നത് കണ്ടാൽ എനിക്ക് മനസ്സിലാവും അവൾ പറയുന്നതെല്ലാം സത്യം തന്നെയാണെന്ന്.
ഒരു പെണ്ണും ഈ കാര്യത്തിൽ ഒരു ആണിനോടും വെറുതെ ഒരു ആരോപണം പറയാൻ നിൽക്കില്ല. എന്റെ ശിവാനിയും അങ്ങനെ പറയില്ല. അതൊക്കെ സത്യമാണെന്നാണോ? അത് നീ വാ തുറന്ന് പറയടാ. അതേടാ, ഞാൻ ചെയ്തു എന്നുള്ളത് ശരിയാ. ശിവാനിയെ ഞാൻ നേടാൻ ശ്രമിച്ചു എന്നുള്ളതും സത്യം. എന്താന്ന് വെച്ചാ അവളെ ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും ഈ ഞാനാ. അവൾ എന്നും എന്റെ കൂടെ ജീവിക്കേണ്ടവളാ. അവളെ ഞാൻ സ്വന്തമാക്കും. നീ എന്താണ് പറഞ്ഞത്? വായില് നാക്കണെന്ന് കരുതി വായി തോന്നി വിളിച്ച് പറയരുത്. ഹേയ്, അത് തന്നെയാടാ സത്യം. ശിവാനി എന്റെ ഭാര്യയാണ്. അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് ഈ ഞാനാ. ഏയ്, നീ താലി കെട്ടിയെന്ന് കരുതി ഞാൻ ചുമ്മാ ഇരിക്കണമെന്നാണോ? നീ കെട്ടിയ താലി പൊട്ടിച്ചെറിയാനായിട്ട് ഒരൊറ്റ നിമിഷം മതി. പൊട്ടിച്ചെറിയും ഞാൻ. അത് കഴിഞ്ഞ് ഇവളെ ഞാൻ താലി കെട്ടും. അതിനുള്ള ധൈര്യം ഉണ്ടോ നിനക്ക്? നിന്റെ ശക്തി കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അയ്യോ തൃശ്ശൂൽ, വീട് ശിവാനി, ഇന്നത്തോടെ അവന്റെ കാര്യം ഞാൻ തീർക്കും.